സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തില് യേശു ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഗെത്സമൻ തോട്ടത്തിലേക്ക് പോകും. ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചിട്ട് കുറച്ചുകൂടി മുന്നോട്ട് യേശു പോകും. എന്നിട്ട് അവരോട് അവിടെ നിൽക്കാൻ പറയും. എന്നിട്ട് യേശു കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയിട്ട് ഒറ്റക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. യേശുവിനറിയാം ഈ ശിഷ്യന്മാരെല്ലാവരും കൂടി പ്രാർത്ഥിച്ചാലും തന്റെ ഈ വിഷയത്തിന് പരിഹാരം കാണാൻ പറ്റില്ലെന്ന്, തന്റെ ഈ വിഷയം സോൾവ് ചെയ്യാൻ പറ്റില്ലെന്ന് യേശുവിനറിയാം. അത് താൻ ഒറ്റക്ക് തന്നെ പ്രാർത്ഥിക്കേണ്ടി വരുമെന്നറിയാം. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ചില വിഷയങ്ങൾ നിങ്ങൾ ഒറ്റക്കിരുന്ന് തന്നെ പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവനെ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് കുരിശിൽ തറച്ച് കൊന്നതെന്ന്. അവനെ പിടിച്ചുകൊണ്ടുപോയി കുരിശിൽ തറച്ച് കൊന്നതല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. അത് കഴിഞ്ഞവിടെ എന്താ നടന്നതെന്ന് നിങ്ങൾക്കറിയാവോ? അവൻ ഉയർത്തെഴുന്നേറ്റ്, അവനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. സ്നേഹമുള്ളവരെ, നിങ്ങൾ മനോവിഷമത്തോടെ മനമുരുകി പ്രാർത്ഥിച്ച ഒരു വ്യാഴാഴ്ചയും കടന്ന്, നിങ്ങൾ വേദന കൊണ്ട് പുളഞ്ഞ ഒരു വെള്ളിയാഴ്ചയും കടന്ന്, കൂരിരുട്ടിന്റെയും നിശബ്ദതയുടെയും നിനക്കൊന്ന് അനങ്ങാനോ മിണ്ടാനോ പറ്റാത്ത ഒരു ശനിയാഴ്ചയും കടന്ന് ഒരു ഉയർപ്പിന്റെ ഞായറാഴ്ച ദൈവം നിനക്കായി കരുതി വെച്ചിരിക്കുന്നു. ഒരു ഉയർപ്പിന്റെ ഒരു ദിവസം ദൈവം നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ദൈവം നിന്റെ കൈവിടത്തില്ലെന്നേ. ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.